സമൂഹശാസ്ത്രത്തിലെ പഠന രീതികളാണ് ഈ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 4 പ്രധാന പഠന രീതികളാണുള്ളത്. ഒന്ന്, സോഷ്യൽ സർവേ. രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യൽ സർവേയാണ് സെൻസസ്. മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ടുള്ള സർവേയാണ് സെൻസസ്. സാമൂഹിക വിഷയങ്ങൾ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ പഠന രീതിയാണ് സർവേ. എന്നാൽ സെൻസസ് എന്ന രീതി സമൂഹശാസ്ത്ര പഠനത്തിൽ പ്രായോഗികമല്ല. പഠനവിധേയമാക്കുന്ന മുഴുവൻ വ്യക്തികളിൽ നിന്നും വിവരം ശേഖരിക്കാറില്ല സമൂഹശാസ്ത്ര പഠനത്തിൽ. അവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന നിശ്ചിത എണ്ണം ആളുകളുടെ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കുകയുള്ളൂ. ഇത്തരം പഠനങ്ങളെ സാമ്പിൾ സർവേ എന്ന് പറയുന്നു. സർവേകൾ സോഷ്യൽ മീഡിയകളായ ഫേസ്ബുക്ക്, വാട്സാപ്പ് വഴിയോ ടെലിഫോൺ വഴിയോ നടത്താറുണ്ട്. എന്നാൽ ഏറ്റവും വ്യാപകമായി നടത്താറുള്ളത് ചോദ്യശേഖരങ്ങൾ നൽകിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ചോദ്യാവലികൾ ഉപയോഗിച്ചാണ്. വിവരശേഖരണത്തിനായി ഗവേഷകർ ഉപയോഗിക്കുന്ന ചോദ്യങ്ങളുടെ പട്ടികയാണ് ചോദ്യാവലി. ചോദ്യാവലി പ്രതികർത്താക്കൾക്ക് നൽകിക്കൊണ്ടാണ് വിവരശേഖരണം നടത്തുന്നത്. പഠന വിധേയമാക്കുന്ന സംഘത്തെയാണ് പ്രതികർത്താക്കൾ എന്ന് പറയുന്നത്. പ്രതികർത്താക്കൾ പൂരിപ്പിച്ചു നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠനം നടത്തുന്നു. മറ്റൊരു പഠന രീതിയാണ് അഭിമുഖം. ടിവിയിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിവിധ തരം വ്യക്തികളെ അഭിമുഖം നടത്തുന്നതും വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയും. ഗവേഷകനും പ്രതികർത്താവും തമ്മിലുള്ള സംഭാഷണമാണ് അഭിമുഖം. വ്യക്തികളുടെ മനോഭാവം, കാഴ്ചപ്പാട്, വിശ്വാസം, ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സൂക്ഷ്മതലത്തിൽ വിശകലനം ചെയ്യുന്ന രീതിയാണ് അഭിമുഖം. അഭിമുഖം നടത്തുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണും അവ എന്തൊക്കെയാണെന്ന്. ഇങ്ങനെയുള്ള അഭിമുഖവും ചോദ്യാവലിയും നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ആ താരതമ്യം ചെയ്യുന്ന പട്ടിക സ്ക്രീനിൽ കാണും. മൂന്നാമത്തെ പഠന രീതിയാണ് നിരീക്ഷണം. നേരിട്ടുള്ള അഭിമുഖങ്ങൾ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും ഫലപ്രദമായ പഠന രീതിയാണ് നിരീക്ഷണം. കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി രേഖപ്പെടുത്തുന്ന രീതിയാണ് നിരീക്ഷണം. 2 തരത്തിലാണ് നിരീക്ഷണങ്ങൾ നടത്താറുള്ളത്. 1, പങ്കാളിത്ത നിരീക്ഷണം. 2, പങ്കാളിത്ത രഹിത നിരീക്ഷണം. നിരീക്ഷകൻ പഠനമേഖലയിൽ നിന്ന് നേരിട്ട് വിവരം ശേഖരിക്കുന്ന രീതിയാണ് പങ്കാളിത്ത നിരീക്ഷണം. സമൂഹശാസ്ത്രത്തിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു രീതിയാണ് ഇത്. സമൂഹശാസ്ത്രജ്ഞൻ പഠനവിധേയമാകുന്ന സംഘത്തിൽ താമസിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആദിമ സമൂഹങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനായി നരവംശാസ്ത്രമാണ് ഈ രീതി വളരെയധികം പ്രയോജനപ്പെടുത്തിയത്. രണ്ടാമത്തെ നിരീക്ഷണ രീതിയാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണ രീതി. ഇതിൽ സമൂഹശാസ്ത്രജ്ഞൻ പഠന സംഘത്തിൽ താമസിച്ച് പഠനം നടത്തുന്നില്ല, പകരം പുറത്തുനിന്ന് നിരീക്ഷണം നടത്തുകയാണ്. നാലാമത്തതും അവസാനത്തതുമായ പഠന രീതിയാണ് കേസ് സ്റ്റഡി. അപൂർവവും വേറിട്ടതുമായ സാമൂഹിക പ്രതിഭാസങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുന്ന രീതിയാണ് കേസ് സ്റ്റഡി. ഇത്തരം പഠനങ്ങൾക്ക് സൂക്ഷ്മവും സമഗ്രവുമായിരിക്കുന്ന പഠന രീതി ഉണ്ടായിരിക്കേണ്ടതാണ്. കേസിനെക്കുറിച്ചുള്ള വിശദമായ പഠനമാണ് കേസ് സ്റ്റഡി. ഇങ്ങനെ സമൂഹശാസ്ത്രം വിവിധ മാർഗങ്ങളിലൂടെയും രീതികളിലൂടെയും ദൈനംദിന പ്രക്രിയകളിൽ ജനങ്ങളുടെ ഇടപെടലുകളുടെയും പ്രായോഗികമായ പ്രവർത്തനങ്ങളുടെയും കാര്യങ്ങളെ വിശദമായി മനസ്സിലാക്കുന്നു. സമൂഹശാസ്ത്രത്തിൽ ഗവേഷണങ്ങൾ നടത്തിയവർക്ക് ആസൂത്രണ മേഖലകളിലും
വാണിജ്യ, നഗരാസൂത്രണ, സാമൂഹിക ക്ഷേമ, പരസ്യ, വാർത്താവിനിമയ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രയോഗ സാധ്യതകൾ ഉണ്ട്.